പാളയം ഇമാം എല്ലാവരെയും ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചിരിക്കുകയാണ്. ഇത്തവണ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഏറ്റവും നല്ല ആതിഥേയരാകുന്നത് ഏത് മതവിഭാഗമായിരിക്കും? ഇത്തരമൊരു ചോദ്യം ഇപ്പോൾ പൊങ്കാലയിടാൻ തലസ്ഥാനത്തേക്ക് വരുന്ന ഭക്തരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു കഴിഞ്ഞു. ഇതിന് കാരണമായത് കഴിഞ്ഞ ദിവസം പാളയം ഇമാം നടത്തിയ മനോഹരമായൊരു പ്രസ്താവനയാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്നവർക്കായി മസ്ജിദുകളും വീടുകളും തുറന്നു കൊടുക്കണമെന്നാണ് പാളയം ഇമാം പറഞ്ഞിരിക്കുന്നത്. പൊങ്കാലയ്ക്ക് എത്തുന്നവർക്ക് വിശ്രമിക്കണം, അവരുടെ വിശ്രമത്തിനായി മസ്ജിദുകളും വീടുകളും തുറന്നു നൽകണമെന്നും പൊങ്കാല ദിവസം ഭക്ഷണവും പാനീയവും കരുതണമെന്നുമാണ് പാളയം ഇമാം ഡോക്ടർ സുഹൈബ് മൗലവി പറഞ്ഞത്. എന്തായാലും ഇതൊരു പുനർചിന്തനത്തിന് കാരണമായിരിക്കുകയാണ്. തലസ്ഥാനത്തുള്ള ആരാധനാലയങ്ങളും അവിടുത്തെ ആചാര്യന്മാരും ഒക്കെ ഇപ്പോൾ ചിന്തിക്കുകയാണ്, നമ്മൾ ഇനി മോശക്കാരാകാൻ പാടില്ല. നമ്മുടെ ആരാധനാലയങ്ങളുടെ വാതിലുകളും അതുപോലെ തന്നെ തുറന്നു കിടക്കണം. മതസൗഹാർദ്ദത്തിന്റെ മനോഹരമായ ഒരു പാതയാണ് ഇമാം വെട്ടിത്തെളിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആറ്റുകാൽ പൊങ്കാല സമയത്ത് പലയിടത്തും ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ തുറന്നു കൊടുക്കാറുണ്ട് എങ്കിൽ ഇത്രമാത്രം വ്യാപകമായ ഒരു ചിന്ത എല്ലാ മതസമൂഹങ്ങളുടെ ഇടയിൽ, മതവിഭാഗങ്ങളുടെയും ഇടയിലേക്ക് എത്തിക്കാൻ പാളയം ഇമാമിന്റെ ഈ ഒരു പ്രസംഗത്തിന് സാധിച്ചു. ഇതിനു മുൻപ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നതും ചിന്തിക്കേണ്ടതാണ്. പ്രസംഗം ഇതിനോടകം വൈറലാണ്. ആറ്റുകാൽ പൊങ്കാലയാണ് ഏതാനും ദിവസങ്ങൾക്കകം വരുന്നത്. വേറെ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ ആചാരങ്ങളും ചടങ്ങുകളിലും നമ്മൾ പങ്കാളികളല്ല. പക്ഷേ കുറേ സഹോദരിമാരും കുട്ടികളും തിരുവനന്തപുരം നഗരത്തിലേക്ക് അതിഥികളായി എത്തുന്ന സന്ദർഭമാണ്. അവരുടെ ഏറ്റവും നല്ല ആതിഥേയരായി മാറാൻ നമുക്ക് സാധിക്കണം. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ റമദാനിലാണ് ഈ വർഷവും പൊങ്കാല നടക്കുന്നത്. റമദാന്റേതായ ഏറ്റവും നല്ല സന്തോഷത്തിന്റെ, സഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ അനുഭവങ്ങൾ പൊങ്കാലയ്ക്കെത്തുന്ന നമ്മുടെ സഹോദരിമാർക്കും അവരുടെ കുട്ടികൾക്കും സമ്മാനിക്കാൻ നമുക്ക് സാധിക്കണം. കുടിവെള്ളവും റമദാൻ വിഭവങ്ങളും അവർക്ക് നാം സമ്മാനിക്കണം. അവർക്ക് വിശ്രമിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. നമ്മുടെ മസ്ജിദുകളും വീടുകളും പൂർണ്ണമായും അവർക്ക് മുന്നിൽ തുറന്നു കൊടുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. നമ്മുടെ സ്നേഹവും സാഹോദര്യവും തുറന്നു കാണിക്കാനുള്ള സന്ദർഭമാണിത്. സ്നേഹവും സാഹോദര്യവും കൊണ്ട് മാത്രമേ ലോകത്തും രാജ്യത്തും വളർന്നു വരുന്ന ഇസ്ലാമോഫോബിയയും വിദ്വേഷത്തെയും പ്രതിരോധിക്കാൻ സാധിക്കൂ എന്ന പൂർണ്ണമായ ബോധ്യം ഉണ്ടാവണമെന്നും അതിനുള്ള വെള്ളിയാഴ്ച നമസ്കാരത്തിൽ വിശ്വാസികളോട് നടത്തിയ പ്രസംഗത്തിൽ ഇമാം കൂട്ടിച്ചേർത്തു. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന തലക്കെട്ടോടെ ഇമാമിന്റെ പ്രസംഗവും പള്ളിയുടെ ചിത്രങ്ങളും പങ്കുവെച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. പലയിടങ്ങളിൽ നിന്നായി വരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഭക്തരെ സ്വീകരിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ് എന്നാണ് ജുമാ നമസ്കാരത്തിനിടെ പാളയം പള്ളി ഇമാം VP സുഹൈബ് മൗലവി ഓർമ്മിപ്പിച്ചത്. റമദാൻ നോമ്പ് കാലമായതുകൊണ്ട് തന്നെ പല വീടുകളിലും പകൽ സമയം ഭക്ഷണവും പാനീയവും ഉണ്ടാകില്ല എങ്കിലും പൊങ്കാലയ്ക്ക് എത്തുന്നവർക്കായി അത് പ്രത്യേകം കരുതണം എന്നാണ് ഇമാം പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഇടപെടലുകളിലൂടെ മാത്രമേ വിദ്വേഷത്തെ പ്രതിരോധിക്കാൻ സാധിക്കൂ എന്നും ഇത്തരം ജാതിമത വ്യത്യാസമില്ലാത്ത പ്രവർത്തനങ്ങൾ അള്ളാഹു അവന്റെ പ്രീതിയിലേക്കായി മാറ്റുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ വർഷവും പാളയം മസ്ജിദും സെന്റ് ജോസഫ് പള്ളിയും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എത്തുന്ന ഭക്തർക്കായി സൗകര്യങ്ങൾ ഒരുക്കാറുണ്ട്. അവർക്ക് വിശ്രമിക്കാനും ശുചിമുറി സൗകര്യങ്ങൾ ഉപയോഗിക്കാനും ഒക്കെ പള്ളിയിലെ പ്രാർത്ഥനാ സമയക്രമത്തിൽ പോലും മാറ്റം വരുത്താറുണ്ട്. അത് ഇക്കുറിയും തുടരുന്നു. അക്കൂട്ടത്തിൽ ഒരുപാട് പേർ മറ്റു സമൂഹങ്ങളിലുള്ള മറ്റു മതവിഭാഗങ്ങളിലുള്ള എല്ലാ പള്ളികളൊന്നും തുറന്നു കൊടുക്കുന്നത് കണ്ടിട്ടില്ല. അതുപോലെ എല്ലാ ക്ഷേത്രങ്ങളും തുറന്നു കൊടുക്കുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഇനി അത്തരത്തിൽ എല്ലാവരെയും ചിന്തിപ്പിക്കാൻ പാളയം ഇമാമിന്റെ ഈ ഒരു പ്രസ്താവനയ്ക്ക് സാധിച്ചു എന്ന് വേണം പറയാൻ. ഇതാണ് ഒറിജിനൽ കേരള സ്റ്റോറി എന്ന് ടാഗോടെ മന്ത്രി V ശിവൻകുട്ടി വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. ഇതല്ലേ യഥാർത്ഥ കേരള സ്റ്റോറി? മതമില്ല, സൗഹാർദ്ദങ്ങളാണ് ഇവിടെ. ആ സ്നേഹത്തെയും സാഹോദര്യത്തെയും തകർക്കാൻ ഒരു കൂട്ടം നിശ്ചയിച്ചിറങ്ങിയിട്ട് കാര്യമില്ല. BJP കണ്ണു തുറന്ന് കണ്ടോളൂ. ഇതാണ് കേരളം, ഇതാണ് കേരള സ്റ്റോറി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. എപ്പോഴും നമുക്കറിയാം, ഒരുപാട് മതവിദ്വേഷങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ പല ഭാഗങ്ങളിലും, നമ്മുടെ നാട്ടിൽ തന്നെ പല ഭാഗത്തും ഉണ്ടാകുന്നു എങ്കിലും അതൊന്നുമില്ലാതെ തന്നെ എല്ലാ മതങ്ങളും ഒരുപോലെ സൗഹാർദ്ദത്തോടെ കഴിയുന്ന ഒരുപാട് ഇടങ്ങളുണ്ട്. അത് എല്ലായിടങ്ങളും അങ്ങനെ ആകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പാളയം ഇമാമിന്റെ ഈ ഒരു പ്രസംഗത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മസ്.